4 നേതാക്കൾക്ക് 5 വർഷത്തേക്ക് ശിക്ഷ വിധിച്ചത് CPM-ന് രാഷ്ട്രീയമായി കനത്ത തിരിച്ചടിയായി. CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ശക്തമായ വിധിയാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അല്ല, ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ് എന്ന് അവർ ഒരിക്കൽ കൂടി കമ്മ്യൂണിസം മാറ്റി ക്രിമിനലിസത്തിലേക്ക് അവർ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം കേരളത്തിലുള്ളത്. അതിന് ഏറ്റ തിരിച്ചടിയാണ് ഈ വിധി. CPM-ന്റെ കൊലപാതക രാഷ്ട്രീയത്തിന് ഏറ്റ കനത്ത തിരിച്ചടിയാണ്. പാർട്ടിക്ക് യാതൊരു ബന്ധമില്ലാത്ത കൊലക്കേസിൽ പാർട്ടിയുടെ മുൻ MLA ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. CPM-ന്റെ അക്രമ രാഷ്ട്രീയം ഒരിക്കൽ കൂടി തെളിഞ്ഞുവെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. കൊലവാൾ താഴെ വെക്കാൻ എന്നാണ് ഈ പാർട്ടി തയ്യാറാവുക? കഴിഞ്ഞ ദിവസം ശിക്ഷ പ്രഖ്യാപിച്ചപ്പോഴും CPM നേതാക്കന്മാർ ന്യായീകരിക്കുന്നതെന്നാണ് നമ്മൾ കണ്ടത്. കാലാകാലം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു വാചകം അത് മാത്രമായിരിക്കും. വിധി വരുന്നത് പ്രതികൾക്കെതിരെ മാത്രമല്ല, വിധി വന്നിരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ കൂടിയാണ്, പിണറായി വിജയനെതിരെ കൂടിയുള്ള വിധിയാണ്. മുൻ MLA-യും CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ KV കുഞ്ഞിരാമൻ അടക്കം ശിക്ഷിക്കപ്പെട്ട 4 നേതാക്കളെയും പിന്തുണച്ച CPM രംഗത്ത് വന്നു. മറ്റ് ഉയർന്ന കോടതിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം രാഷ്ട്രീയമായ ലക്ഷ്യത്തോടെ CPIM-നെ ഈ കേസിൻ്റെ ഭാഗമാക്കാൻ ശ്രമിച്ച നിലപാടിനെ ഫലപ്രദമായി ശക്തിയായിട്ട് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന നില സ്വീകരിക്കുന്നു. അത് രാഷ്ട്രീയമായിട്ട് തന്നെ CBI ആ പ്രശ്നം കൈകാര്യം ചെയ്തു. അതിൻ്റെ ഭാഗമായി KV കുഞ്ഞിരാമൻ, മണികണ്ഠൻ അടക്കമുള്ള കുറച്ചുപേരെ പാർട്ടിയെ കൊത്തിവലിക്കുന്നതിന് വേണ്ടി ഇതിൽ പ്രതികളാക്കി. സ്വാഭാവികമായും പാർട്ടിയെ അതിലേക്ക് കൊത്തിവലിച്ചപ്പോൾ പാർട്ടി കേസിന് പോയി. CPM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ അടക്കം പാർട്ടിയുടെ ജില്ലാ നേതാക്കൾ ശിക്ഷാവിധിക്ക് പിന്നാലെ കോടതിയിലെത്തി. വിധിക്കെതിരെ അപ്പീൽ നൽകുന്ന നേതാക്കൾക്ക് പാർട്ടി പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.